നമസ്കാരം. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നല്ലേ, കുട്ടനാട്ടിലെ സൈക്കോ എന്ന് പറഞ്ഞിട്ട്, ഒരു കുട്ടനാടൻ സൈക്കോ. നിങ്ങളുടെ കമൻസൊക്കെ വായിച്ചു. സിനിമയിൽ നമുക്ക് തോന്നുന്ന എന്താണ്, അതങ്ങനെയാണോ, അതങ്ങനെ എന്തുകൊണ്ടായത്, ചില ലോജിക്കൽ പ്രശ്നങ്ങളില്ലേ തുടങ്ങിയ സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ആ വീഡിയോ ചെയ്തത്. കുറച്ച് ഒരു സർക്കാസ്റ്റിക് രീതിയിൽ ചെയ്യുന്നേ ഉള്ളൂ, പലർക്കും കൃത്യമായിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇനി വരുന്ന വീഡിയോസിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് കാണിച്ചു തരാം. നിങ്ങളുടെ റെസ്പോൺസിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു ഹിന്ദി ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. അഭിഷേക് ചൗബെ സംവിധാനം ചെയ്ത് സുശാന്ത് സിംഗ് രാജ്പുത്, ഭൂമി പട്നേക്കർ, മനോജ് ബാജ്പേയി, രൺവീർ ഷോറെ, അശുതോഷ് റാണ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൻ്റെ സംഗീതം വിശാൽ ഭരദ്വാജാണ് കൈകാര്യം ചെയ്തത്. ചിത്രം സൗന്ദര്യ. ചിത്രം പറയുന്നത് 1970 കാലഘട്ടമാണ്. ചമ്പൽക്കാടുകളിൽ താമസിച്ചിരുന്ന കൊള്ളക്കാരുടെ കഥ. മാൻസിംഗിൻ്റെ കീഴിൽ അവർ ഒരുമിച്ച് നിന്നു, ഗ്രാമങ്ങളിൽ കൊള്ളകൾ നടത്തുന്നു. പക്ഷേ പോലീസ് അവരെ പിന്തുടർന്നുകൊണ്ട് സ്വസ്ഥമായി മുന്നോട്ട് പോവുക എന്നത് പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു കൊള്ളയ്ക്ക് പോകുന്ന സമയത്താണ് ചിത്രം തുടങ്ങുന്നത്. പോലീസിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഓട്ടത്തിനിടയിലും കൂട്ടത്തിലെ ആൾക്കാർക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു സ്ത്രീയും കുട്ടിയും കൂടെ അവരുടെ യാത്രയിൽ വരുമ്പോൾ സംഗതി കുറച്ചുകൂടെ പിരിമുറുക്കമുള്ള നിമിഷങ്ങൾ സമ്മാനിക്കുന്നു. സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെല്ലാം സൂപ്പറാണ്. മലകളും പുഴകളുമൊക്കെ ആയാലും ആ കാലത്തെയും ഭൂപ്രകൃതിയെയും കൃത്യമായി അടയാളപ്പെടുന്നുണ്ട്. പശ്ചാത്തല സംഗീതം സിനിമയുടെ ഒഴുക്കിനെ ഒന്നുകൂടെ മികച്ച രീതിയിലാക്കുന്നുണ്ട്. പ്രധാന കഥാപാത്രങ്ങളെല്ലാം തന്നെ അവിടെ സന്തോഷങ്ങളെയും വേട്ടയാടലുകളെയും ഒളിച്ചോട്ടങ്ങളെയും പ്രതികാര മനോഭാവത്തെയും ഒക്കെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. സുശാന്ത് സിംഗ് അവതരിപ്പിക്കുന്ന ലക്ഷനിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. വളരെ മികച്ച പ്രകടനം തന്നെയാണ് സ്ക്രീനിൽ കാഴ്ചവെച്ചത്. കൊള്ളക്കാരുടെ തലവനായ മാൻസിംഗിനെ അവതരിപ്പിക്കുന്നത് മനോജ് ബാജ്പേയിയാണ്. താരതമ്യേന കുറവ് സ്പേസ് മാത്രമേ സിനിമയിലുള്ളൂ എങ്കിലും ഞെട്ടിക്കുന്ന പ്രകടനം. രൺവീർ ഷോറയുടെ വക്കീൽ സിംഗ്, അശുതോഷ് റാണയുടെ വീരേന്ദർ സിംഗ് ഗുജ്ജർ, ഭൂമിയുടെ ഇന്ദുമതി തോമാർ എന്നിവരും ഗംഭീര പ്രകടനം സിനിമയിലുടനീളം കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു യാത്രയാണ് സിനിമയിലുടനീളം പറയുന്നത്. ചില വെടിവയ്പ് സീനുകളും വയലൻസ് സീനുകളും ഒക്കെ കുറച്ച് ഇൻറ്റൻസ് ആയി തന്നെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് A സർട്ടിഫൈഡ് സിനിമ കൂടിയാണിത്. ഒരു കാലഘട്ടത്തെ പറയുമ്പോഴും ഇരയും വേട്ടക്കാരനും പരസ്പരം കൊല്ലാൻ നടക്കുമ്പോൾ ഒരു ഡ്രാമ സ്വഭാവമാണ് സിനിമയ്ക്ക് ഉടനീളം ഉള്ളത്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പെടുത്താവുന്ന സിനിമയുടെ ഒരു ശൈലി എന്ന് പറയുന്നത് ഡ്രാമയുടെ സാധ്യതയെ നല്ല രീതിയിൽ ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ അവതരണത്തിൻ്റെ സ്റ്റൈൽ പ്രേക്ഷകർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടണമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടൊരു മേക്കിംഗ് സ്റ്റൈലായിരുന്നു. ഒരു വിഭാഗത്തിൻ്റെ ജീവിതം കാണിക്കുമ്പോഴും പ്രതികാരത്തിൻ്റെയും പകപോക്കലിൻ്റെയും കഥ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു പരിധിവരെ ഊഹിക്കാൻ പറ്റുന്ന കഥാപരിസരങ്ങളെ തന്നെയാണ് സിനിമ കാണിച്ചിരുന്നത്. പോലീസിൽ നിന്നും ഓടി ഒളിക്കാൻ സാധിക്കുന്നവർക്ക് തന്നിൽ നിന്ന് തന്നെ ഓടി ഒളിക്കാൻ പ്രയാസമാണ് എന്നത് തന്നെ സിനിമ കാണിച്ചു തരുന്നുണ്ട്. ധർമ്മത്തെ കൃത്യമാക്കി പറയുമ്പോഴും അതിനിടയിൽ മനുഷ്യൻ തന്നെ മാറ്റിയെഴുന്ന ധർമ്മത്തെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ സിനിമ പ്രതിപാദിക്കുന്നുണ്ട്. കാഴ്ചകൾ ഗംഭീരമാണ്. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ട സിനിമ. കൂടുതലും ഡ്രാമയാണ് എന്നത് പ്രശ്നമല്ലെങ്കിൽ തീർച്ചയായും ടിക്കറ്റ് എടുത്ത് കാണാവുന്ന സിനിമ തന്നെയാണ് സൗന്ദര്യ. ഇറ്റ്സ് എ ഗുഡ് ഫിലിം. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ ബൈ ബൈ.